ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് SCRT ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ആയിട്ട് ഓൾറെഡി ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് SCRTയിൽ നിന്ന് പുതിയ എക്സാംസിന് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് SCRT ടെക്സ്റ്റ് ബുക്കും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം SCRT ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയൊക്കെ അത് ഡീപ്പായിട്ട് വായിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2ലേക്ക് വരിക. അപ്പൊ ഇന്നും നമ്മൾ ഇതേപോലെ തന്നെ 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണത്? അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കറിയാം എന്താണത്? വില്ലസുകളാണ്. അപ്പൊ നമുക്കത് ടെക്സ്റ്റ് ബുക്കായിട്ട് ഓറിയന്റഡ് ആയിട്ട് നോക്കാം. ഇത് 9th ടെക്സ്റ്റ് ബുക്കാണ്. 9th ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിലാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, ലഘു പോഷകങ്ങളുടെ ആഗിരണം എന്ന് പറയുന്നതിൽ 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് എന്ത്? ചെറുകുടൽ എന്ന് പറയുന്നത്. പേശി നിർമ്മിതമാണ്. 6 മീറ്ററാണ് നീളം പറയുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്ന പേരാണ് എന്ത്? പക്വാശയം. പക്വാശയം എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണത്? ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ്. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണുന്നു. ഇവയാണ് എന്ത് പറയുന്നത്? വില്ലസുകൾ. ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചെറുകുടലിന്റെ ആഗിരണത്തിലെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്ന ഭാഗം ഏതാണത്? വില്ലസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കണ്ടോ, വില്ലസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത. ഇതും അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇതിന്റെ ഇങ്ങനത്തെ SCRT ബേസ്ഡ് ആയിട്ട് വരുന്ന ഇതിലും വ്യക്തമാകാത്ത ചില ഇതുണ്ടാകും. ഞാൻ അത് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഞാൻ അതിന്റെ ആ ഒരു ഫോട്ടോ ഇട്ടിരിക്കാം കേട്ടോ, ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു പേജ്. ഒറ്റുനിര എപ്പിത്തീലിയൽ കോശങ്ങൾ ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ്. അപ്പൊ ചോദിക്കാം, എന്താണ് ഒറ്റുനിര എപ്പിത്തീലിയൽ കോശങ്ങളുടെ ധർമ്മം എന്താണ്? പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് വില്ലസുകളിലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? രക്തലോമികകൾ. ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവ ആഗിരണം ചെയ്യുന്ന എവിടെയാണ്? വില്ലസുകളിലെ രക്തലോമികളാണ്. നെക്സ്റ്റ് ആണ് ലാക്റ്റിയൽ. ലിംഫ് വാഹിയുടെ ശാഖയാണ്. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോള് എന്നിവയെ ആഗിരണം ചെയ്യുന്ന എന്താണ്? ലാക്റ്റിയൽ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ. രചന ധോബ് സ്ഥിതി ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ പാർട്ട് 1 ചാപ്റ്റർ 2 പറയുന്നതാണ്. രചന ധോബ്. രചന അതിങ്ങനെ തന്നെ പഠിക്കുക. എപ്പോഴും ഇനി നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാര്യം ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫാക്ട് ഉണ്ടായിരുന്നില്ല. നോക്കിക്കേ, രചന എന്ന് പറയുമ്പോൾ ഇത് ഏതൊക്കെയാണ്? രവി. ഇതേതാണ്? ചിനാബ്. കണ്ടോ, അതിന്റെ ആ എന്നിടക്കുള്ള, അതായത് ധോബ് എന്ന് പറയുന്നത് 2 നദികൾക്കിടയിലുള്ള ആ ഒരു പ്രദേശത്തെയാണ് ധോബ് എന്ന് പറയുന്നത്. അപ്പൊ രചന ധോബ് എന്ന് പറയുമ്പോൾ എന്താണ്? രവി നദിക്കും എന്താണ്? ചിന മീൻസ് എന്താണ്? ചിനാബ് നദിക്കും ഇടയിലാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത പറഞ്ഞു നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ബിസ്ത് ചലന്തർ ധോബ്. ബിസ്ത് ചലന്തർ. ബി എന്ന് പറയുമ്പോൾ എന്താണ്? ബിസ്ത്. ബിസ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് ഏത് വരും? ബിയാസ്. സത്ത് എന്ത് വരും? സത്ലജ്. അപ്പൊ ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് ഇത് എളുപ്പമാണ്. നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത നോക്കിക്കേ, ചലം. അടുത്തത് ചിനാബും ചലവും. ചിനാബും ചലത്തിനും ഇടയിലാണെങ്കിൽ എന്താണത്? ചാജ് ധോബ്. ചാജ് ചിനാബ്. അതേപോലെ എന്താണ്? ചലം നദിയാണ്. ഇനി ബാരി ധോബ്. ബാരി. ബാ എന്ന് പറയുമ്പോൾ എന്താണ്? ബിയാസ്. രി എന്ന് പറയുമ്പോൾ എന്താണ്? രവി. ബിയാസിനും രവിക്കും ഇടയിലാണ് ബാരി ധോബ്. നെക്സ്റ്റ് വരുന്നത് സിന്ധു സാഗർ. എന്താണ്? സിന്ധു സാഗർ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. സിന്ധു സാഗർ എന്ന് പറയുമ്പോൾ ചലം നദിക്കും ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിലാണ്. ചലം ചിനാബ് നദികൾക്കിടയിലും സിന്ധു നദിക്കും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? ചലം ചിനാബ്. അതേപോലെ തന്നെ സിന്ധു നദിക്കും ഇടയിലാണ് എന്ത്? സിന്ധു സാഗർ ധോബ്. അപ്പൊ ബിസ്ത് ജലന്ധർ ഉണ്ട്, ബാരി ധോബ് ഉണ്ട്, രചന ധോബ് ഉണ്ട്, ചാജ് ധോബ് ഉണ്ട്, സിന്ധു സാഗർ ധോബ് ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാം പേരിൽ നിന്ന് കിട്ടും. ഇതിൽ നമുക്ക് സിന്ധു നദിയാണെന്ന് കിട്ടും. ഈ സാഗർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ചലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിലാണെന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന 5 ധോബുകളും പഠിച്ചു വെക്കുക. ഇനിയുള്ള പരീക്ഷകൾക്ക് കയറി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് നോക്കാം, ആനാർ, ഗിർന എന്നീ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അതായത് ഈ പറയുന്ന അനാറും ഗിർണയും
ഏത് നദിയുടെ പോഷക നദികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാൻ നമുക്ക് കണ്ട ഇതും എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു 9th തന്നെ ആ ചാപ്റ്റർ, ഇതൊക്കെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഉത്തര മഹാസമുദ്ര ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് നദികൾ ഏതൊക്കെയാണ്. നർമ്മദയുണ്ട്, താപ്തിയുണ്ട്. അതിൽ നർമ്മദയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അമർഖണ്ഡക് പീഠഭൂമിയാണ്. താപ്തി ആണെങ്കിൽ എന്താണ്, മുൾത്തായ് അതായത് എവിടെയാണ്, മധ്യപ്രദേശിലെ മുൾത്തായിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇനി നോക്കാം അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ പറയുന്നത് എന്തൊക്കെയാണ്. ഹിരണും ബഞ്ചാറുമാണ് നർമ്മദയുടെ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട 2 പേരുകളാണ് ഹിരൺ, ബഞ്ചാർ. ചോദിക്കാം, അനാർഗിറിനെ ചോദിച്ച പോലെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാണ്. ഹിരണും ബഞ്ചാറും ഏത് നദിയുടെ പോഷക നദിയാണ്, ഏതിൻ്റെതാണ്, നർമ്മദയുടേതാണ്. പൂർണ്ണ, ഗിർണ താപ്തിയാണ്. പൂർണ്ണ, ഗിർണ അതേപോലെ തന്നെ ആനറൊക്കെ എന്തിന്റെയാണ്, താപ്തിയാണ്. നോക്കിക്കേ, ഇനി അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നദികളും കൂടി അതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മഹാനദി എന്ന് പറയുമ്പോൾ ഏതിന്റെയൊക്കെയാണ്, റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതേപോലെ ഇബ്ബും ടെല്ലുമാണ് മഹാനദിയുടെ പോഷക നദികൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ 4 പോഷക നദികളും കഴിഞ്ഞ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് നമുക്കത് പതിയെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ഗോദാവരിയുടെ പോഷക നദികളാണ് പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന. കാവേരിയുടേതാണെങ്കിൽ കബനി, ഭവാനി, അമരാവതി. അപ്പൊ എന്ത് ചെയ്യുക, മഹാനദി ഇബ്ബട്ടല്ല, ഗോദാവരി പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയാണെങ്കിൽ തുംഗഭദ്ര, ഭീമ, കൊയ്ന. അതേപോലെ തന്നെ കാവേരി ആണെങ്കിൽ ഏതാണ്, കബനി, ഭവാനി, അമരാവതി. കാവേരിയുടെ ഉത്ഭവസ്ഥാനമാണ് ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ നിന്ന് ഉത്ഭവിക്കുന്നു. കൃഷ്ണയാണെങ്കിൽ കൃഷ്ണ ആരാണ്, മഹാബലേശ്വരനാണല്ലേ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം കൃഷ്ണ മഹാബലേശ്വർ കുന്നാണ്. ഗോദാവരി എവിടെ നിന്നാണ്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ ഏതെല്ലാം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് ഈ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ഇതാണ് വൃക്കാസിര എന്ന് പറയുന്നത്, ഇതാണ് വൃക്കാധമനി. ഇത് നമ്മുടെ മൂത്രവാഹിയാണ്, മൂത്രസഞ്ചി, മൂത്രനാളിയാണ് തന്നിരിക്കുന്നത്. കണ്ടോ ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റ് ആണ്, ഫിഗറാ തന്നിരിക്കുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നിട്ട് നമുക്ക് അവിടെ പഠിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക്, ഇത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റ് ആണ്, സെയിം ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ്. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലേക്ക് എത്തിക്കുന്നത്. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എന്താണ് പറഞ്ഞത്, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളാണ് എന്ത്, വൃക്കാധമനി. ഓക്കെ, ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര റീനൽ വെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് മഹാസിരയിലേക്ക് എത്തുന്നത്. വൃക്കകൾ രൂപപ്പെടുന്ന മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് മൂത്രനാഴി വഴി പുറന്തള്ളപ്പെടുന്നു. അപ്പൊ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് ധമനിയും വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ആരാണ്, സിരയുമാണ്. കണ്ടോ, അതേപോലെ വൃക്കയുടെ ഔട്ടർ ഇതാണ് പറയുന്നത്, കോർട്ടെക്സ് ഉണ്ട്, മെഡില്ല ഉണ്ട്. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് എന്താ, കോർട്ടെക്സ് എന്ന് പറയുന്നത്. നെഫ്രോണുകളുള്ള അതിസൂക്ഷ്മ അരിപ്പകൾ ഉണ്ട് അവിടെ. അതേപോലെ തന്നെ മെഡില്ല എന്ന് പറയുന്നത് എന്താണ്, ആന്തരഭാഗമാണ്, അത് കടും നിറമാണ്. അവിടെ എന്താണ്, നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. പെൽവിസ് എന്ന് പറയുമ്പോൾ എന്താണ്, അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് എന്ത്, പെൽവിസ്. ഇനി ഇത് പഠിച്ചു വെക്കണം, കാര്യം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലാണ്. അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ ബൊമാൻസ് ക്യാപ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലുകൾ ഏത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കയറി വരാം. അപ്പൊ നമുക്ക് നോക്കാം. ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് എന്താ, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇഫറന്റ് വെസൽ. ഇഫറന്റ് വെസലും ഉണ്ട്, അഫറന്റ് വെസലും ഉണ്ട്. അപ്പൊ എന്താണ് ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത്, ബൊമാൻസ് ക്യാപ്സൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ് ഇഫറന്റ് വെസൽ. അപ്പൊ എന്താണ് ഇഫറന്റ് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ്. അഫറന്റ് വെസൽ എന്താണ്, ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിലേക്ക് വരുന്ന കുഴലുകളാണ്. എന്താ കണ്ട, ഇതകത്തേക്ക് വരുന്നത്, ഇത് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്,
ഇഫറന്റ് ആണ്, അകത്തേക്കാണെങ്കിൽ അത് അഫറന്റ് വെസൽ ആണ്. ഗ്ലോമർലെസ് എന്താണ്? ഗ്ലോമർലെസ് എന്ന് പറഞ്ഞാൽ അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സുളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായിട്ട് മാറിയ ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോമുറലസ്. അടുത്ത എന്താണ്? ബാഹ്യനാളിക ലോമികാജാലം. ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തക്കുഴലുകളാണ് എന്ത്? ബാഹ്യനാളിക ലോമികാജാലം. നെക്സ്റ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട്. വൃക്കാനളിക എന്ന് പറഞ്ഞാൽ എന്താണ്? ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക എന്ന് പറയുന്നത്. കണ്ട ഈ കുഴല്, കണ്ട ഇതിനെയും കൂടി ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആണ് ശേഖരണ നളി. കണ്ട ഇതാണ് ഈ പറയുന്ന, കണ്ടോ ഇവിടെ നിന്നാണ് ബൊമാൻസ് ക്യാപ്സൂൾ വരുന്നത്. ഇതാണ് ശേഖരണ നാളി. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നീണ്ട കുഴലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൃക്കാനളിക എന്ന് പറയുന്നത്. ശേഖരണ നാളി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്കാനളികകൾ വന്നു ചേരുന്ന ഭാഗമാണ്. ജലത്തിന്റെ ആഗീരണം നടക്കുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതും എവിടെയാണ്? ശേഖരണ നാളിയാണ്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കിക്കേ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു. ആദ്യഘട്ടത്തിന്റെ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോസിസിന്റെ ഫലമായിട്ട് 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നുണ്ട്? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഫാക്റ്റ് ആണ്. നമുക്ക് നോക്കാതെ ഗ്ലൈക്കോളിസിസും അതേപോലെ തന്നെ കോശശ്വസനത്തിന്റെ 2 ഘട്ടങ്ങളാണ് പറയുന്നത്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് കോശശ്വസനം. അതിന് 2 ഘട്ടമുണ്ട്. അതിന്റെ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ ഘട്ടമാണ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ആദ്യ ഘട്ടമാണ്. ഓക്കെ, കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു ആദ്യഘട്ടം. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത നോക്കാം. ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ ആവശ്യമില്ലാത്തതാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ആദ്യഘട്ടത്തിൽ എന്താണ്? ഓക്സിജൻ ആവശ്യമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗ്ലൈക്കോളിസിസിന് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. അപ്പൊ ഇതെന്താണ്? രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 2 ഉള്ളതൊക്കെ അങ്ങ് വെട്ടിക്കോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് 2 ATP തന്മാത്രയാണ്. അപ്പൊ ഇതെന്താണ്? 3ഉം തെറ്റാണ് അല്ലെ. 3 തെറ്റെന്ന് പറയുമ്പോൾ ഏതാണ്? 3 ഉള്ളത് നമുക്ക് വെട്ടിക്കളയാം. ഗ്ലൈക്കോളിസിസിൽ എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതിവിടെ ശരിയാണ്. കണ്ടോ, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്കിവിടെ വീണ്ടും കൺഫ്യൂഷനായി. 2 അല്ലെ, ഒന്നിന്റെ പകുതി വരെ ശരിയാണ്, ബാക്കി നമുക്കറിയില്ല. നാലാമത്തെ എന്താണ്? നാലാമത്തെ ശരിയാണ് നമുക്ക് മനസ്സിലായി. ആകെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, 4 ശരി മാത്രം. അപ്പൊ എന്താണ്? 1 തെറ്റാണ്. നമുക്ക് നോക്കാം എന്താണ് 1ന്റെ തെറ്റെന്നുള്ളത്. ക്രെബ്സ് സൈക്കിൾ അഥവാ ക്രെബ്സ് പരിവൃത്തി എന്ന് പറയും. കോശശ്വസനത്തിന്റെ 2ാം ഘട്ടമാണ്. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2ാം ഘട്ടം റൈബോസോമിൽ അല്ല നടക്കുന്നത്. 2ാം ഘട്ടം എവിടെയാണ് നടക്കുന്നത്? 2ാം ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. അത് എവിടെയാണ് നടക്കുന്നത്? അത് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ക്രെബ്സ് പരിവൃത്തിയുടെ ഭാഗമായിട്ടാണ് 28 ATP തന്മാത്രകൾ റിലീസ് ചെയ്യപ്പെടുന്നത്. അതേപോലെ അതിനാണ് എന്ത് ആവശ്യമുള്ളത്? ഓക്സിജൻ ആവശ്യമുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഇതും അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ 9th ജോഗ്രഫിയിൽ പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖാരിഫ് വിളകൾ തന്നിട്ടുണ്ട്. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. റാബി എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. ഒക്ടോബർ ടു മാർച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടക്ക് വരുന്ന മാസം ഏതാണ്? നവംബർ മധ്യം. അത് മാത്രമേ ഉള്ളൂ. ഒക്ടോബർ കഴിഞ്ഞല്ലേ നവംബർ വരുന്നത്. അപ്പൊ അതിന്റെ ഇടക്ക് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. മാർച്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്? വിളവെടുപ്പാണ്. അപ്പൊ അതെന്തായാലും വരില്ല. അപ്പൊ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഏതാണ്? നവംബർ ആണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്, ബാർലി മുതലായവയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത് പ്രധാന വിളകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെയ്ദ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു ജൂൺ ആണ്. പച്ചക്കറി, പഴങ്ങള്, കാലിത്തീറ്റ എന്നിവയാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് എന്ത്? ടെൻഡനുകൾ. പേശികളും അസ്ഥികളും തമ്മിൽ ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ പേശി എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ അസ്ഥി. ഇത് തമ്മിൽ യോജിപ്പിക്കുന്നതാണ് എന്ത്? ടെൻഡനുകൾ. ടെൻഡനുകൾ എന്ന് പറഞ്ഞാൽ പേശിയും അസ്ഥിയും തമ്മിൽ യോജിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ടെൻഡനുകൾ. ഇതൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്.
മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. കണ്ട, യൂറിയ നിർമ്മാണത്തിൽ എന്താണ് ഉണ്ടോ, നമ്മുടെ എവിടേക്കാണ് കരളാണ് അമോണിയ എന്താക്കി മാറ്റുന്നുണ്ട്, യൂറിയ ആക്കി മാറ്റുന്നുണ്ട്. അമോണിയം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എൻസൈംസിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും, ഇവിടെ വെച്ച് കരളിൽ വെച്ച് അത് എന്തായിട്ട് മാറുന്നുണ്ട്, യൂറിയ ആയിട്ട് മാറുന്നു. കണ്ട, കരളിന്റെ ധർമ്മം എന്ന് പറയുന്നത് യൂറിയ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. 9ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1900-ലാണ്. അതേപോലെ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ് ഈ ഭേദഗതി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കാം. ഭരണഘടനാ ഭേദഗതി, ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൽ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിക്കുന്നുണ്ട്. 1992-ലെ 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 73ാം ഭേദഗതി വരുന്നത് 1992-ലാണ് ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, 3 നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ അങ്ങ് വെട്ടിക്കോ, ഒന്നുകിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാകാം അല്ലെ. ഇനി നമുക്ക് നോക്കാം 73ാം ഭരണഘടന പഞ്ചായത്ത് രാജ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ട്ടോ. ഇത് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ് ഇത് നടപ്പിലാക്കുന്നത്. നമുക്ക് നോക്കാം ഗ്രാമസഭകളുടെ രൂപീകരണം അല്ലെ. 73ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഗ്രാമസഭകൾ രൂപീകരിക്കുന്നുണ്ട്. ഭരണഘടന ഇത് അതിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഭരണഘടനയുടെ കാലാവധി 5 വർഷമാക്കി. അതേപോലെ പട്ടികജാതി പട്ടികവർഗ സംവരണം വന്നു, വനിതാ സംവരണം വന്നു, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി കൊടുത്തു. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. എങ്ങനെയാണ് 3 ആക്കി തിരിക്കുന്നത്, ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്. നഗരപാലികാ നിയമം 74ാം ഭേദഗതിയാണ്. അവിടെ എന്താണ്, ഇവിടെ ഗ്രാമസഭ വന്നപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി, വാർഡായിട്ട് മാറി. ബാക്കി എല്ലാം സെയിം ആണ്. പിന്നെ മാറ്റം വരുന്നത് എന്താണ്, 2 തരം നഗരങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്, മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ ആണ്. എന്താണ് സംസ്ഥാനങ്ങൾ, എന്താണ് നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. അതേപോലെ തന്നെ കേരളത്തിൽ എങ്ങനെയാണ്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. അങ്ങനെയാണ് തരംതിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മിനുസപേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. മിനുസപേശികളെ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, കുഴലുകളിൽ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു, കുറുകിയ വരകൾ കാണപ്പെടുന്നു. അപ്പൊ എന്താണ് നമ്മുടെ മിനുസപേശി എന്ന് പറയുന്നത്, കണ്ടോ, ഇതാണ് നമ്മുടെ മിനുസപേശി അഥവാ എന്താണ് സ്മൂത്ത് മസിൽ, മൃദുല പേശി എന്ന് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാം. ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കത് വൃത്തിയായിട്ട് പഠിക്കാനുണ്ട്. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, അതെന്താണ്, അസ്ഥിപേശിയാണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നത്. അപ്പൊ 1 തെറ്റാണ്. ബാക്കിയുള്ളതെല്ലാം, ഒന്നുള്ളത് നിർത്തി ബാക്കിയുള്ളത് അങ്ങ് കട്ട് ചെയ്തു. സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്നു, കുറുകിയ വരകൾ കാണപ്പെടുന്നു, ഐച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാകുന്നു. എന്ത്, നമ്മുടെ അസ്ഥിപേശി എന്ന് പറയുന്ന. ഇനി മിനുസപേശി ആണെങ്കിൽ എന്താണ്, ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിൽ കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയാണ്, കുറുകിയ വരകളില്ല, അനൈച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാകുന്നു. അപ്പൊ എന്താണ്, അനൈച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാകുന്നു. കുറുകിയ വരകളില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ 3 തെറ്റാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, തെറ്റായ പ്രസ്താവനകളല്ലേ വേണ്ടത്. 3 തെറ്റ്, 1ഉം 3ഉം ആണ് തെറ്റ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. നോക്കാം നമുക്ക്, കണ്ട, രക്തക്കുഴലുകളിലും എവിടെയൊക്കെയാണ്, ആമാശയം, ചെറുകുടല് തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന മിനുസപേശിയാണ്. നെക്സ്റ്റ് ഹൃദയപേശി, എന്താണ്, ശാഖകളായി പിരിഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ എന്താണ്, ബ്രാഞ്ചസ് ഉള്ളത് ഹൃദയപേശിക്കാണ്. കുറുകിയ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ. ഹൃദയപേശിയും മിനുസപേശിയുമാണ് നമ്മുടെ അനൈച്ഛിക ചലനങ്ങൾക്കും ഐച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാകുന്നത് അസ്ഥിപേശിയുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത് നമ്മുടെ വേൾഡ് ജോഗ്രഫിയുടെ ഒരു ക്ലാസ് ഉണ്ട്, നമുക്ക് അതുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.